അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നത്. നമ്മൾ അറബിക് ലെറ്റേഴ്സാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അറബിക് ലെറ്റേഴ്സിൻ്റെ തോ വാ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഐൻ. ഐൻ ഐൻ എന്ന് പറയുന്ന ലെറ്റർ തൊണ്ടയുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അതായത് തൊണ്ടയുടെ സെൻട്രൽ ഭാഗത്ത് നിന്നാണ് ഐൻ എന്ന് പറയുന്ന അക്ഷരം വരുന്നത്. പിന്നെ ഗൈൻ, തൊണ്ടയുടെ ഇങ്ങേ അറ്റത്ത് നിന്നാണ് ഗൈൻ എന്ന് പറയുന്ന ലെറ്റർ വരുന്നത്. ഇനി ഐന് ഗൈൻ, ഓക്കെ, ഗൈൻ. അപ്പോൾ അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് ഫായാണല്ലേ. ഫ എന്ന് പറയുമ്പം ചുണ്ടും പല്ലുകളും ചേർന്നിട്ടാണ് ഫ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാവുക. ഓക്കെ, കൃത്യമായിട്ടുള്ള മഖ്റജ് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ലെറ്റേഴ്സ് മാത്രം പഠിപ്പിക്കുകയാണ്. ഓക്കെ, ഫ അതായത് പല്ലിൻ്റെ തലഭാഗം അതുപോലെ ചുണ്ടിൻ്റെ ഭാഗം ചേർത്തിട്ടാണ് ഫ ഉണ്ടാകുക. പിന്നത്തെ ലെറ്റർ എന്ന് പറയുന്നത് ഖോഫാണ്. ഖോഫ് അറിയാമല്ലോ അല്ലേ. ഈ നാവിൻ്റെ അങ്ങേ ഭാഗം കൊണ്ടാണ് ഖോഫ് പറയുക അല്ലേ. ഖോ. ഓക്കെ, ഖോഫ്. പിന്നെ കാഫ്, ഒന്ന് കോയാണ്, കോഫാണ്, മറ്റൊന്ന് കാഫാണ്, ക. നോർമലി നമ്മൾ പറയുന്ന ക. ഓക്കെ, കാഫ്. പിന്നെ വരുന്നതാണ് ലാം. ലാം എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്ന ലെറ്ററാണ്? നാവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ലെറ്ററാണ്. ഓക്കെ, അടുത്ത ലെറ്ററാണ് മീം, മ. ഓക്കെ, രണ്ട് ചുണ്ടുകൾ ചേർത്തിട്ടാണ് ആ ലെറ്റർ ഉപയോഗിക്കുന്നത്, മീം, മ. പിന്നുള്ള ലെറ്റർ, അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് നൂനാണ്. നൂന്, ന. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള മഖ്റജ് ഓരോ സ്ഥലങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് ഞാൻ ക്ലാസ് എടുത്ത് തരും കേട്ടോ ഒന്നുകൂടി. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ലെറ്റേഴ്സ് മാത്രം പഠിക്കുകയാണ്. പിന്നെ വരുന്ന ലെറ്ററാണ് ഹാ എന്ന് പറയുന്ന അക്ഷരം. ഹാ എന്ന് പറയുന്നത് തൊണ്ടയുടെ അങ്ങേ അറ്റത്തുനിന്ന് വരുന്ന ലെറ്ററാണ്. ഓക്കെ, ഹാ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ലെറ്ററാണ് എന്ത്? വാവ്. ഓക്കെ, വാ എന്ന് പറയുന്നത് രണ്ട് ചുണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ട് വരുന്ന ലെറ്ററുകളാണ്. ഓക്കെ, പിന്നെ വരുന്നത് യാവാണ്. യാവും നമ്മുടെ നാവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ലെറ്ററുകളാണ്. ഓക്കെ, അപ്പം ഇത്രയും ലെറ്റേഴ്സാണ് നമുക്ക് അറബിക്കിൽ നോർമലി ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഇത്രയും ലെറ്റേഴ്സ് നിങ്ങൾ എഴുതി വെക്കണേ, നോട്ടിൽ എഴുതി വെക്കുക. കൃത്യമായിട്ട് ഉച്ചരിക്കേണ്ട ലെവലുകൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉച്ചരിച്ച് പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് ഓതുന്നില്ല എങ്കിൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്.